ഹായ്, അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി കേക്ക് റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു ഫ്രൈയിങ് പാനിൽ റെഡിയാക്കി എടുക്കുന്ന കേക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റോളാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കാം. ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടീസ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. ഈ കേക്കിൽ കോൺഫ്ലോർ എന്തായാലും ചേർക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഈ കോൺഫ്ലോറും കൂടെ ചേർത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ പൊട്ടിപ്പോവാത്ത, നമ്മൾ ഈ റോൾ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവാത്ത രീതിയിൽ ഒരു കേക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കോൺഫ്ലോർ എന്തായാലും ചേർക്കണം. ഇനി ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ തന്നെ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിലുള്ള കൊക്കോ പൗഡർ കണ്ടോ, അധികം കളറില്ല, ഡാർക്ക് ആയിട്ടുള്ള കളറല്ല. അപ്പം അതുകൊണ്ട് കേക്കിനും അതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറേ കാണത്തുള്ളൂ കേട്ടോ. ഇതിനകത്ത് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ കയ്യിലുള്ളത് ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡർ ആണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അതാണ് കേക്ക് കാണാൻ കുറച്ചും കൂടി നല്ലത്. നല്ല ഡാർക്ക് ആയിട്ടുള്ള കളർ ഉണ്ടാവും. ഇനി വേറൊരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അത് തണുത്ത മുട്ട ഉപയോഗിക്കരുത്. ഫ്രിഡ്ജിലിരിക്കുന്നതാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറ്റണം. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. ഇത് മൂന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. ഞാനൊരു ഹാൻഡ് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഈ മുട്ട ബീറ്റ് ചെയ്യുന്നത് ഈ കേക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മുട്ട ബീറ്റ് ചെയ്ത് നല്ല എന്താ പറയുക, നല്ലൊരു ക്രീം പോലെ ആക്കി എടുക്കുന്നതാണ് ഈ കേക്ക് നല്ല സ്പോഞ്ച് പോലെ ആയി കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. പിന്നെ പലരും ചോദിക്കാറുണ്ട് ബീറ്ററിന് പകരം മിക്സി ഉപയോഗിക്കാവോ എന്ന് കേട്ടോ. മിക്സി ഉപയോഗിച്ചും ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ബീറ്റർ വെച്ച് ചെയ്യുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് കിട്ടത്തില്ല. മിക്സിയിൽ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചൊന്ന് ലൂസായിരിക്കും. തിക്കായിട്ടുള്ളൊരു ക്രീം പോലെ മിക്സിയിൽ വെച്ച് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ മുട്ട കുറച്ച് നേരം അടിച്ച് ഇതുപോലെ കുറച്ചൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ചേർക്കുമ്പോൾ കേക്കിന് അധികം മധുരം ഉണ്ടാവത്തില്ല. കാരണം ഇതിനകത്ത് നമ്മൾ പിന്നെ ക്രീമൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരമുള്ള കേക്കാണ് ഇഷ്ടമെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ മുട്ട നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തു. കണ്ടോ, ഇതുപോലെ ആയി വരണം. നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് തുടങ്ങിയേക്കാളും ഒരു ഇരട്ടിയായിട്ടില്ലേ, നല്ലൊരു ക്രീം പോലെ ആയിരിക്കും. ഇതുപോലെ നമ്മൾ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ രീതിയിൽ കിട്ടത്തില്ല. ഇനി ഇതിനകത്തേക്ക് ആദ്യം മൈദയും കൊക്കോ പൗഡറും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചല്ലേ, അത് കുറച്ചായിട്ട് ചേർത്തിട്ട് പതുക്കെ മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയത്ത് ഒരു സ്പൂൺ വെച്ച് തന്നെ ചെയ്യണം, ബീറ്റർ ഉപയോഗിക്കരുത്. നമ്മൾ ആ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അത് പോകാൻ പാടില്ല. നല്ല എയർ ഒക്കെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് പോവാതെ പതുക്കെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ കേക്കിനുള്ള ബാറ്റർ റെഡിയായി. ഇനി നമുക്കത് ബേക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫ്രൈയിങ് പാനിൽ, നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാനിലാണ് ഞാനിന്നത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 10 ഇഞ്ചിൻ്റെ നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ. നോൺ സ്റ്റിക്ക് തന്നെ എടുക്കാൻ നോക്കാം. ആദ്യം ഇതിനകത്ത് നമുക്ക് കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് താഴെയും സൈഡിലും ഒക്കെ എണ്ണ തേക്കണം. ഇനി ഇതിനകത്ത് ഞാൻ ഒരു ബട്ടർ പേപ്പറും കൂടി വെക്കുന്നുണ്ട്. കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. സൈഡിലും കൂടി വരുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതാണ് കൂടുതൽ നല്ലത്. ഈ ബട്ടർ പേപ്പറിൽ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് 2 കാര്യമുണ്ട്. ഒന്ന്, ഇത് പെട്ടെന്ന് ഇളകി വരും, താഴെയൊന്നും പിടിക്കാതെ ഇളകി വരും. 2, നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന കേക്കല്ലേ, അപ്പോൾ അതിൻ്റെ താഴെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. എന്നാൽ മാത്രമേ അത് പൊട്ടിപ്പോവാതെ നമുക്ക് റോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ബട്ടർ പേപ്പർ ഇല്ലാണ്ട് വെറുതെ എണ്ണ തേച്ചിട്ട് പാനിൽ ഒഴിച്ച് ബേക്ക് ചെയ്താൽ താഴെ കുറച്ച് കട്ടിയായി പോകും. അതിനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുമ്പോൾ അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ബട്ടർ പേപ്പർ വെക്കുന്നത്. അപ്പോൾ ഈ പാൻ ഞാനിപ്പോൾ സ്റ്റൗവിൽ വെച്ചു. ഏറ്റവും ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്, ലോ ഫ്ലെയിമിലാണ്. ഈ പാൻ നന്നായിട്ട് ചൂടാവുന്നതിന് മുന്നേ തന്നെ, ചെറിയ ചൂട് ആവുമ്പോൾ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ബാറ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ലൈറ്റാണ്, ഒത്തിരി എയർ ബബിൾസ് ഒക്കെ ഉള്ളൊരു ബാറ്ററാണ്. അപ്പോൾ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ ഈ പാൻ ഇങ്ങനെ ഒന്ന്
ചരിച്ചു കൊടുക്കുക. എല്ലാ സ്ഥലത്തും ഒരുപോലെ ആ മാവ് ആവാനായിട്ടാണ്. ഇനി ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 7 അല്ലെങ്കിൽ 8 മിനിറ്റ് ബേക്ക് ചെയ്യുമ്പോൾ ഇത് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതേ കേക്ക് റെഡിയായി. എനിക്ക് കറക്റ്റ് 7 മിനിറ്റ് ആണ് കേട്ടോ എടുത്തത്. ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് വരും. ഇനി നമുക്ക് ഉടനെ തന്നെ ഇത് പാനിൽ നിന്ന് മാറ്റാം. ഞാനൊരു വലിയൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കിയ കേക്ക് ചൂടോടുകൂടി തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഉടനെ തന്നെ റോൾ ചെയ്ത് എടുക്കാൻ പോവാണ്. ആ ചൂടോടുകൂടി തന്നെ റോൾ ചെയ്യണം, എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ റോൾ ചെയ്യുന്നത് ശരിയാവത്തില്ല. അപ്പോൾ ആ താഴെ നമ്മൾ വെച്ചിരുന്ന ബട്ടർ പേപ്പറും പിന്നെ ഇപ്പോൾ ഈ ബട്ടർ പേപ്പറും കൂടി ചേർത്ത് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വലിയ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടവൽ യൂസ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ ഉപയോഗിക്കാം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ റോൾ ചെയ്തിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒന്ന് സെറ്റ് ആയതിന് ശേഷം എടുത്ത് ക്രീമൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അതെ 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടി വെച്ചാൽ മതി. ഇത് നമുക്ക് തുറന്നെടുക്കാം. ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് വെച്ച ആ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി കൊടുക്കാം. ഇത് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇത് മാറ്റാവുള്ളൂ. ആദ്യം എടുക്കുമ്പോൾ തന്നെ മാറ്റാൻ പറ്റില്ല, കാരണം നല്ല അധികം കട്ടിയില്ലാത്ത കേക്കല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. ഒന്ന് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് ഇളക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പൊട്ടിയ പോലെ ഇരിക്കുന്നില്ലേ, അത് കുഴപ്പമില്ല. പുറമേ പൊട്ടൽ ഇല്ലാതിരുന്നാൽ മതി. അകത്ത് നമ്മൾ ആ ചൂടോടുകൂടി ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തായാലും വരും. ഇനി ഇതിനകത്ത് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്കിൻ്റെ ഈ ഉള്ളിൽ തേക്കുന്ന ക്രീം എപ്പോഴും കുറച്ച് നല്ല കട്ടിയായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുമ്പം അധികം പുറത്തോട്ടൊന്നും ഒലിക്കാതിരിക്കും. ഇനി കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ ചെയ്യുന്ന പോലെ ചെറി സിറപ്പോ അല്ലെങ്കിൽ ഷുഗർ സിറപ്പോ ഒന്നും ഇതിൽ യൂസ് ചെയ്യരുത് കേട്ടോ, ഒഴിച്ചു കൊടുക്കരുത്. കാരണം ഒട്ടും കട്ടിയില്ലാത്ത കേക്കല്ലേ, അപ്പോൾ പെട്ടെന്ന് അങ്ങ് കുതിർന്നു പോകും. അപ്പോൾ ചെറി മാത്രം ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേളിലേക്ക് കുറച്ചും കൂടി ക്രീം ഒന്നിങ്ങനെ തേച്ച് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഈ ചെറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോയിരിക്കാനാണ്, അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ക്രീം വെച്ചിങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സെറ്റായി അങ്ങ് ഇരുന്നോളും. ഇനി നമുക്കിത് റോൾ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാണ്ട് കേക്ക് മാത്രം ഇതുപോലെ റോൾ ചെയ്ത് എടുത്താൽ മതി. കണ്ടോ, ഇതിൻ്റെ പുറമേ കണ്ടോ, ഒരു ക്രാക്ക് പോലും വന്നിട്ടില്ല, നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, പിന്നെ അവസാനം നമ്മൾ സെറ്റ് ആയതിനു ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഇത് ഒരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ഈ ബട്ടർ പേപ്പറിൽ തന്നെ ഒന്ന് നല്ലതായിട്ട് പൊതിഞ്ഞ് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ നിർബന്ധമില്ല, നിങ്ങൾക്കിത് റോൾ ചെയ്തതിന് ശേഷം അപ്പം തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല സെറ്റായി ഇരിക്കും. അത് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഒന്നും കൂടി പറയുവാണെങ്കിൽ ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ് വെക്കേണ്ടത്. അപ്പോൾ കേക്ക് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കേക്ക് ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്നാലും ഒട്ടും കട്ടിയാവത്തില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം, ബാക്കിയിരുന്ന കുറച്ച് വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് പുറത്ത് ക്രീം തേക്കണമെന്നൊന്നുമില്ല. ഈ റോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സൈഡിലും മുകളിലും മാത്രം നല്ലോണം ഞാനൊന്ന് ക്രീം തേച്ച് കൊടുക്കുവാണ്. മുകളിൽ 2-3 ഫ്ലവേഴ്സും കൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൈപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ ഇതുപോലെ ചെറിയും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ചേർക്കുന്നുണ്ട്. ഡയറി മിൽക്കാണ് ചേർക്കുന്നത്. ശരിക്കും ഈ ചോക്ലേറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പൂ ചെയ്യുന്നതായിരുന്നു കുറച്ചും കൂടി നല്ലത്, ഞാനത് വിട്ടുപോയി. ഓക്കെ, ചോക്ലേറ്റ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ പൂവ് പൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റോൾ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള കേക്കാണ്.
ആ കേക്ക് ഉണ്ടാക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവും. സാധാരണ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.